പ്രൈസ് ദി ലോർഡ്. എൻ്റെ സുവിശേഷ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ മധ്യേ പ്രസംഗിച്ച ഒരു പ്രസംഗം ഇങ്ങനെ CD ആക്കുവാൻ ഇടയായതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ KV ജോർജ്.
ദേശത്ത് നിന്ന് മാറിപ്പോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തവും നിനക്ക് ലഭിക്കത്തില്ല. ഇന്ന് രാത്രി നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിട്ടിരിക്കുന്നെങ്കിൽ, നീ അവനെ രക്ഷിതാവായി സ്വീകരിച്ച അന്നത്തെ കാലത്തെ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, അന്നത്തെ കാലത്തെ തീഷ്ണത നിനക്കുണ്ടെങ്കിൽ, അന്നത്തെ കാലത്തെ ഹൃദയ സന്തോഷം, നിന്റെ ഹൃദയത്തിന്റെ ആത്മീയ സന്തോഷം നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്ത് നിന്ന് വെളിപ്പെട്ടു വരുന്നെങ്കിൽ, നീ പ്രതികൂലങ്ങളെ ഭയപ്പെടത്തില്ല, പ്രതികൂലങ്ങളെ വെല്ലുവിളിക്കുന്നവനായിരിക്കും. കാരണം നിന്റെ ജീവിത പടക് തകർന്നു പോകാതെ അക്കരെ എത്തിപ്പാൻ കഴിവുള്ള ദൈവം, തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നവനായ ദൈവം ഭൂസീമവാസികളെയും ഭൂസീമവാസികളും അവന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെ അസ്തമത്തിന്റെയും ദിക്കുകളെ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്ന എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രി എത്ര വിശ്വാസമുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ. അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ കഴിവുള്ള ദൈവം. ഇനി നോക്കൂ, അബ്രഹാമിനെ നോക്കൂ, 18-19 വാക്യം വായിക്കാം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്ത് അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം. ഈ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാൽ ദൈവം നിവർത്തിച്ചു തരും. പക്ഷേ അതിനൊരു ക്ലോസ് ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ചില വിശ്വാസങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 37 വർഷമായി ശുശ്രൂഷയിലായിട്ട്. ദൈവമക്കളൊക്കെ ഞങ്ങൾക്ക് പ്രിയങ്കരാണ്. ഹല്ലേലൂയ. ദൈവമക്കളോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. എന്നാൽ ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചിലരെ സ്തോത്രം ടേപ്പ് റെക്കോർഡുമൊക്കെ സഞ്ചിക്കാത്തിട്ട് ബൈബിൾ ഇട്ടേക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇട്ടുകൊണ്ട് പ്രവാചകന്മാരുടെ അടുത്ത് പോകുന്നവരുണ്ട്. പ്രവാചകൻ ദൂത് പറയുമ്പോൾ അനുഗ്രഹമുണ്ടോ ഉയർത്തുമോ എന്നൊക്കെ അറിയാനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ചിലരെ എല്ലാവരും അല്ല കേട്ടോ. 3 മാസം അവർ ഭയങ്കര തീവ്രവാദികളായിട്ടുള്ള പെന്തക്കോസ്ത് വിശ്വാസികളായിരിക്കും. അടുത്ത 3 മാസം ഒരു പിന്മാറ്റക്കാരനായിരിക്കും. 3 മാസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് സഭയിൽ വരികയും ഭയങ്കര സാക്ഷ്യവും ഉണർവും ഭയങ്കരമായിട്ടുള്ള അനുഭവമാണ്. അടുത്ത 3 മാസം സഭയിലെ പ്രൈസ് ദി ലോർഡ് വരികയോ കൂട്ടായ്മയ്ക്ക് വരികയോ സ്വോത്ര കാഴ്ചയിടുകയോ ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ അനുഗ്രഹത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ സാധാരണ മാസികയിലൊക്കെ ലേഖനം എഴുതാറുണ്ട്. അപ്പോൾ 19 ലേഖനങ്ങൾ ചേർത്തൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകത്തിലെ പല കാര്യങ്ങളാണ്. ഒന്ന്, ചലനം നിലയ്ക്കാത്ത വിശ്വാസം, ശാപം നീക്കുക, ശത്രുവിനെ ജയിക്കുക, മരിക്കും മുമ്പ് ജനിക്കണം, പ്രൈസ്, ഇങ്ങനെ ഓരോ വിഷയങ്ങളാണ്. അങ്ങനെ അത് പഠിക്കാനൊക്കെ കൊള്ളാം. അതിലൊരു വിഷയം ദശാംശത്തിൻ്റെ ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുത്താൽ അനുഗ്രഹം ഇങ്ങോട്ട് വരും. ടെർമിനേഷനൊക്കെ വഴി ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും വരത്തില്ല. ഹല്ലേലൂയ. കാരണം യഹോവ ദൈവം പറയാണ്, നിങ്ങളെ എന്നെ ഒന്ന് പരീക്ഷിക്കും, സ്ഥലം പോരാതെ വരുവോളം എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളോട് പ്രസംഗിക്കുന്ന KV ജോർജ് ചെയ്തിമിച്ചാ പറയുന്നത്. പ്രൈസ്. എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും ഞാൻ, മക്കളെ, ടൈറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, എന്നാൽ നിങ്ങളുടെ ജോലിക്ക് ഒരു മുട്ടും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യകാലത്തെ കർത്താവിൻ്റെ വേല എന്നൊക്കെ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസിൻ്റെയൊക്കെ വേല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഉണർവ് പോലെ മഹത്വത്തോടെ എന്ത് ചെയ്യും, തീർത്ത് തരും. അത് എപ്പോഴാണ് പറഞ്ഞത്? ഫിലിപ്പിയിലെ വിശ്വാസികൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെ ഓർത്ത് നിങ്ങളെ അയച്ചു തന്നത് ഞാൻ എന്ത് ചെയ്തു, സൗരഭ്യവാസനയായിട്ട് എൻ്റെ കൈകൊണ്ട് എന്ത് ചെയ്തു, അതിനെ പ്രതിഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഈ പുസ്തകം മുഴുവൻ നിങ്ങൾ പഠിച്ചു നോക്കൂ. കർത്താവിൻ്റെ വേല, കർത്താവ് പ്രൈസ് ദി ലോർഡ് അത് അടക്കപ്പെടുന്നു അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറയിൽ. കർത്താവ് യാത്ര ചെയ്യുന്നു പ്രൈസ് ദി ലോർഡ് പത്രോസിൻ്റെ പടകിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവ്
5000 പേരെ പോഷിപ്പിക്കുന്നു ഒരു ബാലകന്റെ കയ്യിലെ അപ്പം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കൂ, സർവ്വസഭയ്ക്കും അതിഥി സർക്കാരും ആചരിക്കുന്ന ഒരു ഗായോസിനെ കുറിച്ച് പൗലോസ് പറയുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാൻ ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. അവരിൽ കൂടിയാണ് ഈ വേല നടക്കുന്നത്, നിർബന്ധത്താലല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അത് പാസ്റ്റർ ആണേലും കൊള്ളാം, വിശ്വാസിയാണേലും കൊള്ളാം, അത് ചെയ്താൽ ഈ ലോകത്തിലെ ബാങ്കുകളൊക്കെ പൊട്ടിയെന്നിരിക്കും. സ്വർഗത്തിലെ നിക്ഷേപം ഉണ്ടല്ലോ, ആ ബാങ്ക് ഉണ്ടല്ലോ, ആ ദൈവം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ പൈതല് നിന്നെ മറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ ഒരു തുള്ളി കണ്ണുനീർ വാർക്കുമ്പോൾ, നിന്റെ ഹൃദയം നൊമ്പരപ്പെടുമ്പോൾ കരയുന്നവരോട് കരയുന്ന ദൈവമാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് വ്യവസ്ഥ വെച്ചാണ്. സമയം പോകുന്നല്ലോ. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? ദൈവം അബ്രഹാമിനോട് ചെയ്തത് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ ചെയ്യാൻ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു. അബ്രഹാം അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നിവർത്തിച്ചു കൊടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് പറയുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ ഇന്നിന്ന അനുഗ്രഹം നിനക്ക് തന്നു, ഇന്നിന്ന അനുഗ്രഹം കൂടെ നിനക്ക് തരുമായിരുന്നു. യൊരോബെയാമിനോട് പ്രൈസ് ദി ലോർഡ് അത് അഹിയ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ പറയുന്നത്, നിനക്ക് ദാവീദിനൊരു ഗ്രഹം പണിതുപോലെ യൊരോബെയാമേ നിനക്ക് ഞാനൊരു ഗ്രഹം പണിയും. ആ പ്രവചനം എവിടെ പോയി? യൊരോബെയാമിന്റെ ഗ്രഹത്തെ കാട്ടം കോരി എറിയുന്ന പോലെ എറിഞ്ഞു കളഞ്ഞു. ദൈവകൃപയിൽ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് നമ്മളോട് കാര്യമുണ്ട്. ഉടമ്പടി പാലിക്കണമെങ്കിൽ ഞാനും നിങ്ങളും വിശ്വസ്തരായി നിന്നാൽ ദൈവത്തിന്റെ മക്കളെ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവം ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അബ്രഹാമിനോട് അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിന് എന്താ തെരഞ്ഞെടുത്തേ? നമ്മുടെ കാര്യം പറഞ്ഞ എന്നെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ ബന്ധക്കോസുമാർക്കും താഴോട്ട് പോകുന്നതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനാന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ലേലുയ. ഞാൻ ചിലപ്പോൾ ഈ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ചില ഒരു പലതുമൊക്കെ പറയും. അപ്പം ആളുകൾക്കത് ഓർമ്മയിലിരിക്കുമല്ലോ. പണ്ട് കാലത്ത് മനോരമയിൽ ഞാനൊരു കാർട്ടൂൺ കണ്ടു. റീസറോട് ഒരാളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച്, കൈ കോൺഗ്രസ് ആയില്, കാല് വലത് കൈ, ഇടത് കൈ കോൺഗ്രസ് എയില്, വലത് കാല് CPM-ല്, ഇടത് കാല് CPI-ല്. എന്നിട്ട് ചോദിക്കുക, ചേട്ടാ ഞാനിപ്പോൾ എവിടാ? കുഞ്ചുംകുറുപ്പെന്നും പറഞ്ഞൊരു ഇതാണ്. ചേട്ടാ ഞാനിപ്പോൾ എവിടാ നിൽക്കുന്നേ? വലത് കൈ എവിടാ? കോൺഗ്രസ് ഐയിലാണ്. ഇടത് കൈ എവിടെയാണ്? കോൺഗ്രസ് ഐയില്. വലത് കാലം എവിടെയാ? CPM-ലാണ്. ഇടത് കാല് CPI-ല്. ചേട്ടാ ഞാനിപ്പം എവിടാ? പെന്തക്കോസില് നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിലെ ഒരു നല്ല ശതമാനം ആളുകൾ പറയുന്നത്, പെന്തക്കോസെല്ലാം പോയെന്നേ, മർത്തോമേ ഇതിനൊക്കെ നല്ലത്. പറഞ്ഞ് മർത്തോമായി തന്നെ ചെല്ലും. വേറെ ഇതില് പറയും, നമ്മുടെ പാസ്റ്റർമാരെന്തോ പാസ്റ്റർമാരാ, അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കണം. എന്തോ ഒരു പ്രസംഗമാണ്. കേട്ട് അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ അവിടെ ചെല്ലും. ഒരു വീട്ടിൽ 2 ആഴ്ച താമസിച്ചു. അപ്പോൾ അടുത്തൊരു TV ഉണ്ട്. TV ഓൺ ചെയ്തിരിക്കുകയാണ്. ആ TV-യിൽ കൂടി ഇങ്ങനെ തൃശ്ശൂരുകാരനൊരു സ്വാമിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, എന്തായി കാണിക്കുന്നത്? എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് എന്തോ പറയും, നമ്മുടെ ദൈവദാസന്മാർക്ക് എന്തോ പ്രസംഗിക്കാൻ അറിയാം, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കൂ, ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം കേൾക്കൂ. ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ കാതലായ പ്രശ്നം എന്താ? സകല മനുഷ്യരും പാപികളാകുന്നു. പാപം മനുഷ്യന്റെ മനസാക്ഷിയിൽ കുറ്റബോധം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പാപം മനുഷ്യനെ ബഹുലനാക്കി തീർക്കുന്നു. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ മനുഷ്യൻ ഭയപ്പെടുന്നു.
അതിൽ നിന്ന് പരിഹാരത്തിന് ഒരു വാക്കെങ്കിലും ഇവിടെ വല്ലതും ഉണ്ടോ സഹോദര? നീ ഇത് കേട്ടുകൊണ്ടിരുന്നാൽ നീ അവസാനം അവിടെ ചെല്ലൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? പാസ്റ്റർമാരുടെ പ്രസംഗം എന്തല്ല അല്ലേ? അത് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നമ്മളെ പാസ്റ്റർമാരെല്ലാം അങ്ങ് അന്യഭാഷ പറയാം, അങ്ങ് വികാരഭരിതരാകുമെന്നൊക്കെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇനി വികാരഭരിതരൊന്നും ആകാതെ ശാന്തമായിട്ട് പറഞ്ഞ് ഒരു നല്ല രീതിയിൽ CD ഇറക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അന്നേരം വേറൊരു കാര്യമാണ്, നമ്മളാ CD അങ്ങോട്ട് കൊടുക്കുമെന്ന് തന്നെ പറയും. ഞാൻ ഇപ്പോൾ ഒരു CD ഇറക്കിയിട്ടുണ്ട്, ഇപ്പോൾ ഒരു 3-4 ഇവിടെ കൊണ്ടുവന്നുണ്ട്. മാർക്കെങ്കിലും ഞാൻ കൊടുക്കും, നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള അത്രയും കോപ്പിയില്ല, വില വാങ്ങാതെ കൊടുക്കുന്ന കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് കൊടുക്കുമ്പം പറയും, ഓ ഈ ഭാഷ പ്രസംഗത്തിന് ഒരു ഉണർവില്ലെന്നേ, പഠിപ്പിച്ചാൽ ഇതിനേക്കാൾ സ്പീഡുണ്ടല്ലോ എന്ന് വേണേൽ അവിടെയും വിമർശിക്കും. വിമർശിക്കുന്നതിന് എവിടെ നോക്കിയാലും വിമർശിക്കും. നമ്മുടെ ബന്ധക്കോസുകാരെ കീഴ്പ്പെട്ട് പോകാൻ എന്നാ കാരണം? പ്രൈസ് വിമർശനമാണ്. നമ്മൾ നമ്മളെ തന്നെ വിമർശിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കൂ, അബ്രഹാമിനെ കൽപ്പന കൊടുക്കാൻ ദൈവം വിളിച്ചതാ. തൻ്റെ കുടുംബത്തോടും തനിക്ക് മുമ്പുള്ള കുടുംബത്തോടും തൻ്റെ മക്കളോടും ദൈവത്തിന്റെ നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴികൾ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തു. പ്രായമുള്ള അപ്പച്ചന്മാരുടെയും ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് കൽപ്പിക്കുന്നുണ്ട്? കൽപ്പിക്കണം എന്നല്ലേ വാക്യം? ഒന്ന് വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴികൾ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഭവനം പണിയുന്ന ദൈവത്തിന്റെ ദാസനെ അബ്രഹാമേ, നീ കൽപ്പിക്കുന്നതിനായി തീർന്നാൽ നിനക്കൊരു ഇസഹാക്ക് ഇല്ലാതെ പോവുകയില്ല. ഇസഹാക്കേ, പ്രൈസ് ദി ലോർഡ്, നീ ദൈവമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്കൊരു യാക്കോബ് ഇല്ലാതെ പോവുകയില്ല. സർവശക്തനായ ദൈവത്തിന് എന്നെ നിങ്ങളെ നടത്തുവാൻ പദ്ധതിയുണ്ട്. നമ്മുടെ ചിന്താവിഷയം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നതിന്. പ്രൈസ് ദി ലോർഡ്. അത് 15-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗം എന്ന് വായിച്ചിട്ട് അബ്രഹാമിനോട് ദൈവം പറയുന്ന മറ്റൊരു ഭാഗം 15-ാം അധ്യായത്തിന് 1-ാം ഭാഗത്തിൽ വായിക്കുന്ന, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം മഹത്തായ പ്രതിഫലമാകുന്നു. ഉടനെ അബ്രഹാം തിരിച്ചൊരു ചോദ്യം. എന്തോ ചോദ്യം? കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായി എലിയാസർ അത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ലല്ലോ. 15-ാം അധ്യായത്തിൽ സ്വർഗത്തേക്ക് നോക്കി അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ദൈവത്തിന്റെ പൈതലേ, നിന്നോട് വാഗ്ദത്തം ചെയ്യാൻ വിശ്വസ്തനാണ് അവൻ. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. സമയങ്ങൾ കഴിഞ്ഞു പോയാലും നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവയെല്ലാം ഊവേനാകുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവത്തിന്റെ പേരിൽ ആദ്യം നമ്മുടെ ഭവനം ശരിയാക്കണം, ആദ്യം നമ്മുടെ സഭ ശരിയാക്കണം, ആദ്യം നമ്മുടെ ജീവിതം ശരിയാക്കണം. നമ്മുടെ ജീവിതം ശരിയാക്കിയിട്ട് ദൈവത്തിന്റെ പേരിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണോടെ തീരുമാനമെടുത്തവർക്കായ സ്തോത്രം. പുതുക്കപ്പെട്ട ശക്തിയാൽ നിറച്ചവർക്കായ സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ദയയോട് കേൾക്കുമാറാകണമേ.